ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ വീണ്ടും ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആയിട്ട് വന്നിക്കോ കേട്ടോ. അപ്പൊ ഇത്തവണ ഞാൻ എടുക്കാൻ പോണ സാരി ഇതാണ്. നല്ലൊരു യെല്ലോ ഷെയ്ഡില് നല്ലൊരു ബ്ലൂ കളർ ബോർഡർ ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സാരി കേട്ടോ. അപ്പൊ ഇത് പട്ട് സാരി, പ്യുവർ പട്ട് സാരി എന്നല്ല, പക്ഷെ ഒരു കൈൻഡ് ഓഫ് എ സിൽക്ക് സാരിയാണ്. എടുത്താൽ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് കിടപ്പില്ല നമ്മുടെ അടുത്ത്, പക്ഷെ കുഴപ്പമില്ല. അപ്പം ഇതെങ്ങനെയാ ഡ്രേപ്പ് ചെയ്യണേ എന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ സാരി കൊടുക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ഇതിന് ആക്ച്വലി ഇതിന്റെ കണ്ടോ താഴെ ഫോള് വെച്ചിട്ടുണ്ട്, സാരി ഫോള് വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ അഥവാ സെറ്റ് സാരി അല്ല, ഇതുപോലത്തെ ബോർഡർ ഉള്ള സാരി ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലൈക്ക് ഏതാണ് അകം ഏതാ പുറം എന്ന് കാണണമെങ്കിൽ ഈ ഉള്ളിലത്തെ ഭാഗത്തിന്റെ ഒരു ഗോൾഡൻ കളറിന് ഒരു ചെറിയ മങ്ങൽ ഉണ്ടാവും, പുറമേ ആയിരിക്കും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ നോക്കി കണ്ടുപിടിക്കണം, അങ്ങനെ നോക്കി കണ്ടുപിടിക്കുക. ഇതിന് സാരി ഫോൾ ഉള്ളതുകൊണ്ട് എളുപ്പമാണ്, കാരണം സാരി ഫോൾ എപ്പോഴും താഴെ വരേണ്ടത് കണ്ടോ, ഇങ്ങനെയാണ് വരിക. ഈ ഗോൾഡൻ ത്രെഡ് ഒക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതാണ് ഉള്ളിൽ പോകേണ്ടതെന്ന് മനസ്സിലാക്കാം. ഇനിയിപ്പം ഉടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഡൗട്ട് ഉള്ളവർക്കൊക്കെ ആദ്യം തന്നെ നമ്മുടെ ടക്കിൻ ചെയ്യാം. ഫസ്റ്റ് എപ്പോൾ ടക്കിൻ ചെയ്താലും നീറ്റ് ടക്കിൻ ചെയ്യണം. ഇങ്ങനെ ഭയങ്കരമായിട്ട് ബൾജ് ചെയ്ത് നിൽക്കരുത്. എന്ത് ഉള്ളിൽ പോയാലും നല്ല നീറ്റായിട്ട് അത് ഉള്ളിലോട്ട് ഇങ്ങനെ നിരപ്പായിട്ട് ഫ്ലാറ്റ് ആയിട്ട് വെക്കാൻ നോക്കണം കേട്ടോ. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് എടുക്കാം. ഈ ആദ്യത്തെ ഇത് കുറച്ച് ഹൈറ്റ് കൂടി പോയാലും വലിയ കുഴപ്പമില്ല, ഒരുപാട് താഴേക്ക് ആദ്യത്തെ പോകണം എന്നില്ല. എന്നിട്ട് ഒരു മെഷർമെന്റ് നമ്മൾ ഇത് ഉള്ളിലോട്ട് വെക്കാം. അപ്പൊ ആദ്യത്തെ ഇത് ഉള്ളിൽ പോകുന്ന ഫ്ലീറ്റാ, പുറത്ത് കാണുന്നതല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മുകളിൽ നിന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അടുത്ത് വരുമ്പോഴത്തേക്കും ആക്കിയാലും മതി. അപ്പൊ ഇത് ആദ്യം നല്ല നീറ്റ്ലി ടക്കിൻ ചെയ്യുക. ഇങ്ങനെ പൊങ്ങി ഒന്നും നിൽക്കരുത് കേട്ടോ. ഓൾറെഡി വയറുള്ളവർക്ക് കുറച്ച് പൊങ്ങി നിൽക്കും എന്നാലും. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗം നീറ്റായിട്ട് അതേപോലെ തന്നെ ചുറ്റി ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, എവിടെയും പൊങ്ങിയിരിക്കാണ്ട് വൃത്തിയായി. നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു ലെയറും കൂടെ വരുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് വൃത്തിയായിട്ട് ടക്കിൻ ചെയ്യാം. ഇനി നമുക്ക് ആ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഞൊറിവ്, ഫ്രണ്ടിലത്തെ ഞൊറിവ് ഉണ്ടല്ലോ, അതങ്ങനെ വിട്ടേക്കാം. കുറച്ച് എന്തോരം വേണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും ഭാഗം നമുക്കിപ്പം ഒറ്റ ചുറ്റ് നമ്മൾ ചുറ്റി, ഇത്രയും ഭാഗം ബാക്കിയുണ്ട്. ഇനി ചെയ്യേണ്ട എന്താ വെച്ചാൽ ഒരു ചുറ്റും കൂടെ ചുറ്റും, ഒന്നും ചെയ്യാണ്ട് ഒറ്റ ചുറ്റ് നമ്മൾ ചുറ്റി എടുത്തിട്ടാണ് നമുക്ക് ഇത്രയും എന്താ ബാക്കി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അറ്റം ഉണ്ടല്ലോ, ഏറ്റവും അറ്റത്തെ മുണ്ടാണി, അത് പിടിച്ച് ഒന്നും കൂടെ ചുറ്റിയെടുക്കുക. വെറുതെ ചുറ്റുക, വെറുതെ ചുറ്റി ചുറ്റി വരുമ്പോൾ എന്നാൽ നിങ്ങളുടെ ലെങ്ത് എത്രത്തോളം നിങ്ങൾക്ക് മുണ്ടാണിക്ക് ലെങ്ത് വേണം എന്നുള്ളത് ചുമ്മാ ഒരു റഫായിട്ട് നോക്കുക. ഇപ്പൊ എനിക്ക് എന്റെ മുണ്ടാണി ഇതാ, എനിക്ക് ഇത്രയും മതി, ഇവിടെ ഉണ്ട്. അപ്പൊ ബാക്കി വരുന്ന നമുക്ക് ഒരളവ് കിട്ടിയല്ലോ. പിന്നെ നമുക്ക് ഇത്രയും ഭാഗമുള്ളൂ. ഈ ഭാഗത്തിൽ വേണം നമ്മൾ ഫ്രണ്ടിലത്തെ ഞൊറിവ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 1 ലെയർ ആണ് സാരി ഇടണമെങ്കിൽ നമുക്ക് ചിലപ്പം ഇത്രയും നീളം വേണ്ടി വരില്ല, കാരണം ലെയർ ആയിട്ട് കിടക്കുമ്പോൾ കുറച്ചും കൂടെ കുറവ് മതിയായിരിക്കും. പക്ഷെ ഞൊറിവ് എടുക്കുവാണെങ്കിൽ കുറച്ച് നീളം വേണ്ടി വരും. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നോക്കുക, എന്നിട്ട് വേണം. അപ്പം മുമ്പിൽ ഞൊറിവുള്ളതായിരിക്കും നല്ല, പക്ഷെ ഈ സാരിക്ക് ഞൊറിവ് കുറച്ച് കുറവാണ്. ഫ്രണ്ടിൽ വന്നത് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇത്രയല്ലേ കൊണ്ടുവന്നേക്കണേ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടിലത്തെ ഞൊറിവ് എടുക്കാം. ഞൊറിവ് എടുക്കാൻ എന്റെ റൈറ്റ് ഹാൻഡിലോ ലെഫ്റ്റ് ഹാൻഡിലോ എടുക്കാം. അപ്പൊ ഞാൻ ലെഫ്റ്റ് ഹാൻഡിലാണ് എനിക്ക് ഇടുന്നത്. ഒരു 3-4-5 ഞൊറിവ് മിനിമം വന്നാൽ നന്നായിരിക്കും. ഞാൻ നല്ലത് ഇങ്ങനെ പിടിച്ചാൽ ഇരിക്കാത്തൊരു സാരിയാണ്. കൊടുക്കാൻ എളുപ്പമാണോ വെച്ചാണ്, പക്ഷെ അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കില്ല. പക്ഷെ കുഴപ്പമില്ല. ഇതെനിക്ക് 1000 റുപ്പീസിനൊക്കെ വാങ്ങിച്ചൊരു സാരിയായിരുന്നു. പക്ഷെ നല്ല കളറാണ്. അത്രയും ഞൊറിവുള്ളൂ. താഴെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിച്ചു വിടാം കൈ കൊണ്ട്. ഇപ്പൊ ഞാൻ അയാളൊന്നും ചെയ്യാണ്ടെടുത്ത സാരി കേട്ടോ, ഇങ്ങനെ കിടക്കാം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഞൊറിവ് നമുക്കിവിടെ കുത്തണമല്ലോ. കുത്തുമ്പോ എപ്പോഴും നോക്കുക ഈ ഭാഗം നല്ലപോലെ വലിഞ്ഞിരുന്നാൽ നല്ല ഭംഗിയായിരിക്കും, നല്ല ഷേപ്പ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കുത്താം. അപ്പം ഇവിടത്തെ ഈ ഒരു കസവ് ഉണ്ടല്ലോ, അത് നല്ലപോലെ കാണാനാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ ആ കസവ് കാണുന്ന പോലെ വെച്ചിട്ട് ഇവിടെ ഒരു കുത്തോട്ട്, അപ്പം ഒരുവിധം വന്നു. എന്നിട്ട് ഇങ്ങനെ കുത്തിയാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഇരിക്കും. നല്ല പൊങ്ങിയിരിക്കാണ്ട് നോക്കുക, ഉള്ളിൽ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഇരിക്കട്ടെ. ഇനി ഇരിക്കും. നമുക്കിതാ ഇവിടെ ഈ ഉള്ളിൽ കൂടെ, ഇതിവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പിന് ഉള്ളിൽ കൂടെ ഇട്ടാല് നമ്മുടെ ഈ ഞൊറിവ് കിട്ടുന്നതാണ്. ഈ ഞൊറിവ്, ഇവിടുത്തെ ഈ ഞൊറിവ് കിട്ടും. അത് വേണമെങ്കിൽ ഇങ്ങനെ വലിച്ചു ഇവിടെ കുത്താം. ഇതിന് എളുപ്പ വഴിയാണ്. ഇവിടെ നിന്ന് ഒരു ഷേപ്പ് വരുന്ന പോലെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇത് ഇത്രയും ഇങ്ങനെ വലിച്ച് ഇതിനുള്ളിൽ കൂടെ വലിച്ച് ഇവിടെ വേണമെങ്കിൽ പിന്നെ കുത്താം. അങ്ങനെ കുത്തണം നിർബന്ധമില്ല. ഈ സാരി ഞാൻ പറഞ്ഞു, പിന്നെ സിൽക്ക് സാരി പോലത്തെ ആയതുകൊണ്ട്
എപ്പോഴും ഒരു പിന്ന് അല്ല സോറി പിന്നിന്റെ ഇടയിൽ പേപ്പർ വെച്ചിട്ട് വേണം കുത്താനായിട്ട്. ഇപ്പൊ ഞാനിത് കുത്തുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് കുത്താം. ഓക്കെ, അപ്പൊ ഞാൻ ബ്ലൗസ് ഇട്ടിട്ട് വന്ന് കാണിക്കാവേ. എന്റെ ബ്ലൗസ് ഇതാട്ടോ. ഇതൊരു ആ ഒരു ബ്ലൂ കളർ ബോർഡർ തന്നെ പോലത്തെ ബ്ലൗസ്. നമ്മൾ അവിടെ പറഞ്ഞിട്ടേ നമ്മള് ഓക്കെ. ഇതിപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഇത് ഇങ്ങനെ കിടക്കുക. നമ്മൾ ഈ ഇവിടെ ഭാഗം മാത്രമേ നോക്കിയുള്ളൂ. ഇത് വേണമെങ്കിൽ ഒന്നുകൂടെ നീറ്റാക്കാം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് എന്നിട്ട് ഇവിടെ പിന്നൂട്ടാം. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതിനുള്ളിൽ കൂടെ വലിച്ച് കുത്തണേ കുത്താം. അപ്പൊ ഞാനതൊന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ ഭാഗം ജസ്റ്റ് നിങ്ങൾ ഉള്ളോട്ട് ടക്കിൻ ചെയ്താണ്. ഓക്കെ, എന്നിട്ട് ഇതിപ്പോ ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ വള്ളയായിട്ട് കാണിച്ചിട്ടാം. ഇത് ഇവിടെ കുറച്ചിങ്ങനെ ഇറക്കി വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇരിക്കും. ഇവിടെ ബാക്കി എന്നുള്ളതും എപ്പോഴും സാരിയുടെ പിന്നെ കുത്തുമ്പോ നമുക്ക് ഇവിടെ കുത്താൻ കുറച്ച് ബാക്കോട്ട് ഇറക്കി കുത്തിയാൽ നന്നായിരിക്കും. എപ്പോഴും അതൊന്ന് നോക്കിയാൽ മതി. എന്താ പറഞ്ഞത് ഇതുപോലെയാണത്. പിന്നെ എടുത്തിട്ട് ഈ ഒരു ഇതുപോലത്തെ ഒരു പേപ്പറിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തുണി ഇതിനുള്ളിൽ കയറി പോകില്ല. കാരണം ഇങ്ങനത്തെ നൈസ് മെറ്റീരിയൽ ഒക്കെ ആകുമ്പോൾ എപ്പോഴും പിന്നെ ഉടക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഈ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടുണ്ടല്ലോ, സ്റ്റിക്കർ പൊട്ട് വെച്ചിട്ടും ചെയ്യാട്ടോ. ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ എനിക്കിപ്പോ 1 ലെയർ ഇടുമ്പോ എപ്പോഴും ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാല് ഈ ഭാഗം ഉണ്ടല്ലോ, ഫസ്റ്റ് ഞൊറിവ് വരുന്ന ഇതൊന്ന് ബാക്കോട്ട് ആക്കാം. അതായത് നമ്മള് ഞൊറിവ് എടുക്കണ പോലെ ഈ ഭാഗം ഈ ഫ്രണ്ടിൽ വരുന്ന പോലെ ഇങ്ങനെ ട്യൂഷൻ ഞൊറിവ് എടുക്കുന്ന പോലെ തന്നെ ഒന്ന് വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാല് ഇതിവിടെ വരികയും ചെയ്യും. കണ്ടോ, ഇതിവിടെ കണ്ടോ 1 2 നല്ല ഭംഗിയിൽ ഇതിങ്ങനെ ഇരുന്നോളൂ. ഇത് വേണമെങ്കിൽ ഇവിടെ ഒരു പിന്ന് ഇവിടെ കുത്താം, കയ്യിൽ ഇങ്ങനെ കിടന്നോളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ. ഇപ്പൊ ഞാൻ ഞാൻ ഈ ഇത്രയും നീളം വരാൻ കാര്യം ഞാൻ ഞൊറിവ് എടുത്തത് ഫ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ, 1 ലെയറിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത്രയും അവിടെ കിടക്കണേ. ഇതിപ്പോ കണ്ടോ നീറ്റായിട്ട്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്താൽ ഇത് ഇവിടെ കിടന്നോളൂ. ഇത് വേണമെങ്കിൽ ഇവിടെ പിന്ന് കുത്താം. ഇനി ഇത് തന്നെ ഇവിടെ വേണമെങ്കിൽ ചേർത്ത് ഇങ്ങനെ പിന്നെ കുത്തുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വയറ് കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ പിന്നെ കുത്തി അത് ഓക്കെ. കണ്ടോ, ഓക്കെ. മൊത്തത്തിലൊന്ന് ഒരുങ്ങിയിട്ട് കണ്ടാലും